ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സുധമേനൊരു വ്യത്യസ്തമായ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങ കൊണ്ടുള്ളൊരു കറി. ആ മാങ്ങ നമ്മൾ സാധാരണ പറയണ കിളിമൂക്കം മാങ്ങയാണ്. ഈ കറി ഇങ്ങനെ അത്ര വേഗം ഞാൻ കണ്ടിട്ടില്ല ആരും ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ട് ഞാനൊന്ന് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് മാങ്ങ. ഈ മാങ്ങ വെച്ചിട്ടുള്ളൊരു കറിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിനെ പറയുന്നത് നമ്മളുടെ പാലക്കാടൊക്കെ കിളിമൂക്കം മാങ്ങ എന്ന് പറയും. പിന്നെ ഇവിടെയൊക്കെ തോത്താപ്പൂരി അങ്ങനെയാണ് ഞാൻ പേര് കേട്ടിരിക്കുന്നത്, തോത്താപ്പൂരി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പം ആ മാങ്ങ ഞാനിങ്ങനെ കട്ട് ചെയ്തു. ഇതങ്ങനെ ചെറിയ ചെറിയ പീസ്, ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല കേട്ടോ. ഈ ഒരു മാങ്ങയുടെ അണ്ടിഭാഗമൊന്നും ഞാനങ്ങനെ കാര്യേ എടുത്തില്ല. ആ ഒരു മാങ്ങ ഒരുവിധം മുഴുവൻ എടുത്തിട്ടുണ്ട്, ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് കാണിക്കാം. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഒരു 3/4 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 8 മുളക്. ഈ മുളകിൻ്റെ കൂടെ എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ആഡ് ചെയ്യും, അതപ്പം കാണിക്കാം. 1 ടീസ്പൂൺ കടുക്, ഒരു ടേബിൾ സ്പൂൺ എള്ള്, ഒരു 1/4 ടീസ്പൂൺ കായം, ഒരു ലേശം ശർക്കര. എനിക്ക് അധികം മധുരം ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഇതിൻ്റെ പുളി കുറയ്ക്കാൻ വേണ്ടി ലേശം ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു നല്ലോണം ഉണങ്ങിയ തേങ്ങയാണിത്. നിങ്ങൾക്ക് കൊപ്ര എടുക്കാം കേട്ടോ. ഞാനിത് നല്ലോണം ഡ്രൈ ആയിട്ടുള്ള തേങ്ങയാണ്. അതിൻ്റെ ഒരു 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഇനി ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത് ആദ്യം ഞാൻ ഉഴുന്നാണ് ഇടുന്നത്. ഈ ഉഴുന്നൊന്ന് ചൂടായി വരുമ്പോൾ വേണം മറ്റേതൊക്കെ ഇടാൻ. എന്താ വെച്ചാൽ ഉഴുന്നിനാണല്ലോ കുറച്ച് സമയം വേണ്ടത് ചൂടാവാൻ. ഒന്ന് 2 പ്രാവശ്യം ഒന്നിങ്ങനെ ഇളക്കി അതിൻ്റെ ചെറിയ ഇത് ഇരുമ്പ് ചീഞ്ചട്ടിയാണേ. അപ്പോൾ ഇരുമ്പ് ചീഞ്ചട്ടിയാകുമ്പോൾ വേഗം ചൂടാവാനും, ചൂട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അത്ര വേഗം പോവില്ലല്ലോ. അപ്പോൾ ഞാനിതിനെ ഒന്നിങ്ങനെ നന്നായി ഒന്ന് ചൂടാക്കുകയാണ്. ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഉലുവ, പിന്നെ ജീരകം, ഈ കടുക്. ഇതെല്ലാം ഒന്ന് നന്നായി ചൂടാവട്ടെ. എള്ള് വേഗം ചൂടാവുന്നതുകൊണ്ട് ഞാൻ എള്ളിപ്പം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് നല്ലൊരു മണം വരും എല്ലാം കൂടി, അതാണ് അതിൻ്റെ പാകം കേട്ടോ. നല്ല ഒരു മണം വരുന്നതാണ് പാകം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലോണം ചൂടായ ശേഷമാണ് ഞാൻ ഈ എള്ള് ഇടുന്നത്. എള്ള് ലാസ്റ്റ് ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ ഞാൻ ഈ കായും ഇടുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ നല്ലോണം ചൂടായി നല്ല മണം വരുന്നുണ്ട്. കായത്തിൻ്റെയും എള്ള് ഉഴുന്ന് എല്ലാം നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാനിതിനെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റുക. എന്നിട്ടാണ് ഇനി മുളകിടാൻ പോകണം. ഈ മുളകൊന്ന് നന്നായി ചൂടായി വരട്ടെ. ഈ മുളകൊന്ന് ചൂടായപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഈ തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഡ്രൈ ഹീറ്റിലൊന്ന് ഫ്രൈ ആവുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ആവട്ടെ. നല്ലോണം തുടുക്കണം. ഇതെല്ലാം കൂടി പൊടിക്കാനാണ് പോണത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടായി നല്ല നിറം വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. തേങ്ങയൊക്കെ ഇനി ഒന്ന് ഈ ചൂടിൽ കിടന്ന് നല്ലോണം ആവും. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. ഈ സമയത്ത് ഞാൻ 1 സ്പൂൺ നിറയെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർക്കുകയാണ് തീ ഓഫ് ചെയ്ത ശേഷം. നിങ്ങൾക്ക് ഇതിൽ കാശ്മീരി ചില്ലിയും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിക്കാം. എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ല, ഞാൻ ചില്ലിപ്പൊടിയാണ് അതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊടിക്കണം. പൊടിച്ചിട്ട് വരാം. ഇപ്പം ഞാൻ പാൻ വെച്ചു. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ഈ എണ്ണ ഒന്ന് നന്നായി ചൂടായി വന്ന ശേഷം അതിലേക്ക് ഞാൻ
ആദ്യം വറക്കാൻ വേണ്ടി 1 ടീസ്പൂൺ കടുകിട്ടു. ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാൻ വേണ്ടി 1 സ്പൂൺ കടുക് ഇടുകയാണ്. അങ്ങനെ 2 ടീസ്പൂൺ കടുക് ഈ കറിക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ കൂടെ ഈ കടുകൊന്ന് നന്നായി പൊട്ടി വന്ന ശേഷം ഞാനൊരു 4-5 കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില ഇട്ടു. കടുക് നന്നായി പൊട്ടി വന്ന ശേഷം ഞാൻ ഈ മാങ്ങ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇടുക. ഈ മാങ്ങയൊന്ന് ഇങ്ങനെ വഴറ്റണം. ആ സമയത്താണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാണ്. ഉപ്പ് കുറച്ച് ഈ കറിയിലേക്ക് കൂടുതലായിട്ട് വേണം. എന്താ വെച്ചാൽ മാങ്ങയുടെ പുളി നന്നായി ഒന്ന് ഇപ്പോൾ ചെയ്യുമ്പോൾ ഈ മാങ്ങയുടെ ഇപ്പോൾ മാങ്ങയൊക്കെ ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് വതക്കി വരുന്നുണ്ട്. ഈ സമയത്താണ് ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്യുന്നത്. ശർക്കര ശരിക്കും നിങ്ങൾക്ക് 2 ടീസ്പൂൺ ആഡ് ചെയ്യുക. എനിക്ക് കൂടുതൽ മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതിൽ 1 ടീസ്പൂൺ ശർക്കര പൊടിച്ച് വെച്ചിട്ട് ആഡ് ചെയ്യണം. എങ്ങനത്തെ ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ നിറം മാറി വരുമ്പോൾ എന്താ ചെയ്യേണ്ടറിയോ, ഇതിലേക്ക് ലേശം വെള്ളം ഒഴിക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ. എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് അതൊന്ന് വേവണം. തൊലിയുടെ കളറൊന്ന് പോണ വരെ അതൊന്ന് ആവണം. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെക്കാം. ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെക്കാൻ പോകണം കേട്ടോ. ഇപ്പോൾ ഈ മാങ്ങയുടെ തൊലിയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒരുപാട് വേവണമെന്നില്ല കേട്ടോ. ആ സമയത്താണ് ഈ പൊടി ചേർക്കുകയാണ്. ഞാൻ പൊടി മുഴുവനും നന്നായി പൊടിച്ച് വെച്ചത് ചേർക്കുകയാണ്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറി കേട്ടോ. ഈ കറി എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് വെള്ളമായിരിക്കില്ല കേട്ടോ. അതാണ് പറയേണ്ടത് എനിക്കൊന്നും കൂടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ലേശം വെള്ളം ആദ്യം കുറച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് ആ മാങ്ങയുടെ വേവ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ നല്ല വെള്ളം മാരിത്തെ ഒരു കറി അല്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് ചേർക്കട്ടെ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തു. എന്നിട്ട് ഈ കറി ഒന്ന് തിളയ്ക്കണം. ഈ കറിയിൽ കുറച്ചുകൂടി ഞാൻ 2ാമത്തെ പ്രാവശ്യം വെള്ളം ആഡ് ചെയ്യാണ്. കറിയിൽ വെള്ളം ജാസ്തി ആയാലും അത് 1 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നല്ലോണം കൊഴുക്കും. എന്താ കാരണം അറിയോ, അതിനകത്ത് ഉഴുന്നുണ്ട്, പിന്നെ ഉലുവയുടെ എല്ലാറ്റിനെയും കൂടിയുള്ള മിക്സ്. ഇത് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മധുരവും ഉപ്പുമൊക്കെ നോക്കാം. മധുരം വേണ്ടവർക്ക് ഇനിയും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നോക്കിയിട്ടില്ല എൻ്റെ ടേസ്റ്റ് മധുരത്തിൻ്റെ. ഇതൊന്നും കൂടി തിളച്ച് കഴിഞ്ഞാൽ എൻ്റെ കറി റെഡിയായി. ടേസ്റ്റി മാംഗോ കറി റെഡിയായി. ഇപ്പോൾ എൻ്റെ കറി റെഡിയായി. ഞാനിതൊന്ന് ഓഫ് ചെയ്യാണ്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റി കറി. എല്ലാറ്റിനും ഉപയോഗിക്കുക. ചപ്പാത്തിക്ക് കഴിക്കുമ്പോൾ ഉപയോഗിക്കുക. കൂടുതൽ പുളിയൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ പുളി ക്രമീകരിക്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ദോശ, ഇഡ്ഡലി ഒക്കെ കഴിക്കാൻ നല്ലതാണ്. സോ ഫ്രണ്ട്സ്, ഞാനിനി അടുത്തൊരു ഐറ്റം കൂടെ കാണിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താം. അടുത്തത് ഒരു ചീരമുളക് ഉഷ്യം. ചീരമുളക് ഉഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ടായ ചീരയാണിത്. നല്ല ചട്ടിയിലൊക്കെ വെച്ച് ഉണ്ടാക്കിയ ചീരയാണ്. ഇതിന് കുറച്ച് മുളക് ഉണ്ട്. ഇതിനൊക്കെ കളഞ്ഞ് എൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണം. ഇപ്പോൾ ഞാൻ പാൻ വെച്ചു. പരിപ്പ് വേവിച്ചത് ഇത്
ഞാൻ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പാണ്. ഇതൊരു 3/4 കപ്പ്, കഷ്ടിച്ച് 1 കപ്പിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇത് ഞാനിതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ പറഞ്ഞ മാതിരി എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ ചീര മുറിച്ചു, അത് ഇടാൻ പോവാണ്. എൻ്റെ ചീര ഞാനിപ്പോൾ കാണിച്ചല്ലോ ഉണ്ടായത്, അതിനെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വെന്ത ശേഷം ഞാൻ അപ്പോഴേക്കും അരയ്ക്കാനുള്ളത് എന്താണെന്ന് കാണിക്കാം. ഇതാവട്ടെ. ഉപ്പും ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പ് അതാണ് ചേർക്കണത്. ലേശം ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി കേട്ടോ. ഇനി ഞാൻ അരയ്ക്കാനായിട്ട് കാണിക്കുക എന്താണെന്ന്. ഇതൊന്നാവട്ടെ, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ശരിയാകും. വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഇതിനെ ഒന്ന് ഞാൻ അടച്ച് വെക്കട്ടെ. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, കുറച്ച് ജീരകം, ഞാനിതിൻ്റെ മുകളിൽ ഇട്ടുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവില്ല, 1/2 ടീസ്പൂൺ ജീരകം, 4 പച്ചമുളക്. എനിക്ക് ഒരു വരുന്നത് ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇതൊരു ഇതാണ്ടോ 4 പച്ചമുളക്, ഇതും കൂടി വെച്ചിട്ട് അരച്ചിട്ട് വരാം. ചിലവർ ചുവന്ന മുളകാണ് ചേർക്കുക. ഞാൻ എൻ്റെ കറി ഇത്തിരി മഞ്ഞ കളറായിരിക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കണം. ചുവന്ന മുളക് ചേർക്കാം കേട്ടോ. ഓക്കെ. ഇപ്പോൾ എൻ്റെ ചീരയും പരിപ്പൊക്കെ വെന്തു, നല്ലോണം പരിപ്പ് നേരത്തെ വെന്തതാണ്. ഞാൻ ഈ അരച്ചത് പച്ചമുളക്, ജീരകം, തേങ്ങ ഇത് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ലേശം കൂടി വെള്ളം ഒഴിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ വല്ലാതെ ഇത് പരിപ്പും ചീരയും കൂടെ കടഞ്ഞതല്ല, ഇതൊരു സെമി ഗ്രേവി ടൈപ്പാണ്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് കാണിക്കാം. ഇപ്പോൾ എൻ്റെ കറി നന്നായി തിളച്ചു. ഇനി ഞാനിതിൽ എന്താ ചെയ്യാൻ പോകണറിയോ, ഇതിനെ വാങ്ങി വെച്ചിട്ട് എൻ്റെ ചീനച്ചട്ടി വയ്ക്കുകയാണ്. എന്നിട്ട് ഇനി ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റാണ് ഈ ചീരയുടെ ഹൈലൈറ്റ്. ഈ മുളകുഷത്തിൻ്റെ ചീരക്കറി എന്ന് പറയുന്നില്ലേ, അതിൻ്റെ ഹൈലൈറ്റാണ് അടുത്ത പരിപാടി. ഞാനൊരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്തെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കുക, പക്ഷെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല മണം ഉണ്ടാവും. അടുത്തത് ഞാനിത് വെളുത്തുള്ളി, കടുക് വറുക്കുന്നതിന് പകരം ഞാൻ ഈ ഒരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഞാൻ ഒന്ന് ചതച്ചു, വെറുതെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ചതച്ചു. എന്നിട്ട് ഈ എണ്ണയിലേക്ക് ഇതിനെ ആഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടു, ഈ വെളുത്തുള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറയെ നല്ല മണമാണ് വരുന്നത്. വെളുത്തുള്ളിയുടെ മണം വരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, പക്ഷേ വെളുത്തുള്ളിയുടെ ഇഷ്ടം ഇല്ലാത്തവർ ഇത് ചെയ്യണമെന്നില്ല, കടുക് വറുത്തിട്ടാൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കറിക്ക് നല്ലൊരു മണം വരുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ടേസ്റ്റും വരുന്നുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്തു. ഇതിനെ ഈ കറിയിലേക്ക് ആഡ് ചെയ്യാൻ പോകും. ഇത് നല്ല ഒരു മണം ഈ കറിക്ക്. വെളുത്തുള്ളി നല്ലതാണ്, വളരെയധികം നല്ലതാണ് ദേഹത്തിന്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഈ കറിക്ക് ആഡ് ചെയ്തു. ഇതാണ് ഈ കറി. ഇതിൽ ഞാൻ കടുക് വറുത്തിട്ടില്ല, അതിന് പകരം ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഈ കടുകിൻ്റെ മണമാണ് വേറൊരു ടേസ്റ്റ്, പക്ഷേ ഈ വെളുത്തുള്ളിക്ക് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ 2 കറിയും ഞാനൊന്ന് കാണിക്കാം. ഇതാണ് എൻ്റെ ഇന്നത്തെ കറി, കാണാനില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ 2 കറിയും നിങ്ങൾ കണ്ടുവല്ലോ. ഇത് ഒരു ചീര കറി, ഇത് എൻ്റെ മാങ്ങ ഒരു കറിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ് രണ്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് എനിക്ക് നിറയെ കമൻസ് തരിക പ്ലീസ്. എനിക്ക് അതാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എനിക്ക് സന്തോഷം തരുന്നതും. എൻ്റെ മനസ്സിന് നിങ്ങളുടെ കമൻസ് തരുന്നത് വലിയ ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ഇതൊക്കെ കണ്ട് കഴിച്ച് നോക്ക്, അല്ലെങ്കിൽ കണ്ടിട്ട് എനിക്കൊരു കമൻറ്റ് തരുന്നത് വലിയ സന്തോഷമാണ്. അപ്പോൾ see you in a wonderful video in the next episode. It's bye from Sudha Menon.